ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഐറ്റം പരിചയപ്പെടുത്താം. ഗോൾഡൻ കോക്കനട്ട് എന്നാട്ടോ എൻ്റെ പേര്. എൻ്റെ പൊന്നെ, നമ്മുടെ പുറകിൽ നിൽക്കുന്ന ഈ തെങ്ങ് കണ്ടോ? തെങ്ങിലുണ്ടല്ലോ വർഷങ്ങളായ തെങ്ങാണ്, ഒരുപാട് വർഷമെത്തിയ ഒരു തെങ്ങാട്ടോ. തെങ്ങ് തയ്യല്ല, തെങ്ങാണ്. പക്ഷേ പൊക്കം ഒക്കെ കുറച്ചേ ഉള്ളൂ, വണ്ണവും കുറച്ചേ ഉള്ളൂ. സാധനത്തിൽ ഒരു തേങ്ങ പോലും ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ ഇതിനകത്ത് ചെടി തൂക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കണ്ടോ, നിറയെ ആണി തറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരൊറ്റ തേങ്ങ പോലും ഈ തെങ്ങിൽ ഇതുവരെ ഇത്ര വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് കൊള്ളൂലല്ലോ, വെട്ടിക്കളയാം, കൊള്ളൂലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് മുമ്പ് നമുക്ക് കുറച്ച് ചെടിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്തെല്ലാം ഞാൻ ആണി തറച്ച് വെച്ചേക്കുമായിരുന്നു. ഈ ആണി തറച്ചപ്പോൾ തന്നെ ഈ തെങ്ങിന് ഷെയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ അനങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തെങ്ങ് നിറച്ച് തേങ്ങ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു തേങ്ങ ഉണ്ടായി കിട്ടി. എന്താണെന്നറിയാൻ, ഗോൾഡൻ കോക്കനട്ടായിട്ട് ഇതാ. സാധാരണ നമ്മുടെ പച്ച നിറത്തിലുള്ളതല്ല, നല്ല ഗോൾഡൻ കളറിലുള്ള തേങ്ങയാണ് ഉണ്ടായത്. അപ്പം അതിങ്ങനെ മൂത്ത് വിളഞ്ഞ് ഒരെണ്ണം ഉണ്ടായുള്ളൂ എങ്കിലും നമുക്കൊരു സന്തോഷം. എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ആണിയൊക്കെ തറച്ചിട്ടാട്ടോ. അപ്പം നമ്മൾ ഈ മാവ്, തെങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ ഫലം തരാതിരിക്കുമ്പോൾ അതൊന്ന് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വേറെ ഇളക്കം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുമെന്നാണ് ഞാനിങ്ങനെ കേട്ടേക്കണത്. അപ്പം അതൊന്നും കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ഇത് ഞാൻ ചെയ്തത് എൻ്റെ ചെടി വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ വർഷമാണ് ചെയ്തത്. എന്നാൽ ഈ വർഷം നമുക്ക് അതിനകത്തുനിന്ന് ഞാൻ മുകളിലേക്ക് കാണിച്ചു തരാം. കണ്ടോ, അതായത് അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് കിടക്കും കേട്ടോ. ഒരു തെങ്ങയില്ല, ഒരു ഒറ്റ തെങ്ങ കേട്ടോ. അത് നന്നായിട്ട് ഗോൾഡൻ കളറിലുള്ളത് നല്ല അടിപൊളി ഒരു തരം ശരിക്കും ഉണങ്ങി തുടങ്ങിയത്, അത് പറിക്കാറായി. പിന്നെ ഇപ്രാവശ്യം അതുപോലെ തന്നെ ഇപ്പുറത്തും അതുപോലെ തന്നെ ഒരു മച്ചിങ്ങ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറം സൈഡിലായിട്ട് ഒത്തിരി പൊക്കമൊന്നുമില്ല കേട്ടോ. നമ്മുടെ അതിൽ കയറി നിന്നാൽ നമുക്ക് പറിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പറയുകയാണ്, നമ്മൾ ആണി തറച്ചതിൻ്റെ ഒരു ഫലമാണ് അപ്പം അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി. അപ്പോൾ ഈ ചെറിയ വീഡിയോ ആണെങ്കിലും പ്രയോജനകരമായൊരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല. അതുപോലെയുള്ള പിന്നെ ഈ മോതിരവളയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കായ്ഫലം ഇല്ലാത്ത വൃക്ഷങ്ങൾക്കൊക്കെ കായ്ഫലം ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില പരീക്ഷണങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാവിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാവും ഇപ്രാവശ്യം നിറയെ പൂത്ത് നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം പൂത്തുകൊണ്ടിരുന്ന മാവാണെങ്കിലും ഇപ്രാവശ്യം രീതിയിൽ അതിനകത്ത് അത്രയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഒരുപാട് മാങ്ങ ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ 2-3 ദിവസം മുമ്പുള്ള 2-3 മഴ വന്നില്ലേ, ആ സമയത്തെല്ലാം താഴെ ചാടി ഒത്തിരി പോയി. ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും നമ്മൾ സക്സസ്സായി കണ്ട ഒരു സംഭവമാണ്. മാവിലും പ്ലാവിലും തെങ്ങിലൊക്കെ ഇതുപോലെ ചെയ്തു കൊടുത്താൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു ഓൾ, താങ്ക് യു.